അച്ഛന്റെ സ്വത്തുക്കളിൽ നിന്ന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പാർവതി ദയ കാണിക്കണം. ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് വരുന്നതാ നല്ലത്. അവളുടെ വാലെ തൂങ്ങി നടക്കണമെങ്കിലേ ആയിക്കോടാ. പക്ഷേ നീ അമ്മയെ ന്യായം പഠിപ്പിക്കാൻ വരരുത്. കുഞ്ഞെന്താ എവിടെ നിൽക്കുന്നത്? നല്ല മഴ വരുന്നുണ്ട്. കുഞ്ഞു വാ, അവിടെ ഇരിക്കാം. ഞാൻ സാറിനോട് വിളിച്ച് പറയാം. വേണ്ട, ചേട്ടൻ പോയിക്കോ. നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ട്. ഇവിടെ നിൽക്കുന്ന അപകടം. വാ കുഞ്ഞെ. സാരമില്ല ചേട്ടാ, ചേട്ടൻ പോയിക്കോ. അമ്മയ്ക്ക് എന്റെ ചെവിടത്ത് അടിക്കാൻ കഴിയും, എന്നെ വരുതിക്ക് നിർത്താനും കഴിയും. കാരണം ഞാൻ അമ്മയുടെ മോനാണല്ലോ. പക്ഷേ ഈ ധാർഷ്ട്യം മറ്റൊരാളെടുത്തും കഴിയില്ല. കാരണം ഈ നാടിനൊരു നിയമമുണ്ട്. ആ നിയമം ഒരിക്കലും പ്രഭാവതിക്ക് അനുകൂലമായിട്ട് വരില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അമ്മയ്ക്ക് മനസ്സിലായല്ലോ. എന്നെ തല്ലിയാലൊന്നും പാർവതിയുടെ സ്വത്തുക്കൾ അമ്മയ്ക്ക് കിട്ടാൻ പോകുന്നില്ല. അതിന് പാർവതി ദയ കാണിക്കണം. ഇത്രയും കാലം എന്റെ സാരിത്തുമ്പ് പിടിച്ച് നടന്നിട്ടും ഈ അമ്മയുടെ ശക്തിയും കഴിവും അമ്മയുടെ പൊന്നുമോനും മനസ്സിലായില്ല അല്ലേ? അവളുടെ കാല് പിടിക്കാതെ തന്നെ അവളുടെ പേരിലുള്ളതെല്ലാം എന്റെ കയ്യിൽ വരും. എങ്ങനെയാണെന്ന് എന്റെ മോൻ കാത്തിരുന്ന് കണ്ടോ. എന്റെ മോന്റെ മുഖത്ത് എന്താ ഒരു സങ്കടം? അവളെ പുറത്താക്കിയത് തെറ്റായെന്ന് മോന് തോന്നുന്നുണ്ടോ? ഒരു തലവേദന ഒഴിഞ്ഞു പോയതിന്റെ സന്തോഷം അമ്മ എനിക്ക്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായതിൽ എനിക്ക് നല്ല മനപ്രയാസമുണ്ട്. അത് മോന്റെ തെറ്റല്ലല്ലോ. മോന്റെ അച്ഛൻ തന്നെയല്ലേ മോനെ ഇങ്ങനൊരു കുഴിയിൽ കൊണ്ട് ചാടിച്ചത്. അത് കുഴിയായിരുന്നോ സ്വർഗമായിരുന്നോ എന്ന് ഏട്ടൻ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. മോൻ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അച്ഛന് മാത്രമല്ല, ഗാർഗയും രാധികയും ഒക്കെ ആ പാർവതി കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇവനും ആ കൂട്ടത്തിലാ. മോനെ, ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവൾ അങ്ങ് പോയി. ഗോപിയേട്ടൻ പോലും അവളെ തടഞ്ഞില്ല. അതാ എന്റെ അത്ഭുതം. അവളുടെ തനിക്കൊണ്ട് അളിയന് മനസ്സിലായിട്ടുണ്ടോ ചേച്ചി? അല്ലെങ്കിൽ അളിയനെ പോലൊരാളെ എല്ലാ കാലത്തും വിഡ്ഢിയാക്കാൻ അവളെ പോലൊരു പെണ്ണ് വിചാരിച്ചാൽ പറ്റുമോ? മോനെ, സ്വത്തുക്കള് മുഴുവൻ അവളുടെ പേരിൽ എഴുതി വെക്കാൻ തോന്നിയ നിമിഷത്തെ ഗോപിയേട്ടൻ ശപിക്കുകയായിരിക്കും. ഞാനും അത് പറയാൻ വരികയായിരുന്നു. വിശാൽ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ മുഴുവൻ ഇപ്പൊ അവളുടെ പേരിലല്ലേ? അത് തിരിച്ചു പിടിക്കണ്ടേ? അതിനിപ്പോ എന്താ ഒരു വഴി? അതെന്താ ഇത്ര ആലോചിക്കാനുള്ളത് പ്രതാപ? വിശാലിന്റെ ഭാര്യയ്ക്കാണ് വിശാലിന്റെ സ്വത്തിലുള്ള അവകാശം. പാർവതി വിശാല് ഡിവോഴ്സ് ചെയ്താ അത് മുഴുവൻ വിശാലിന് തന്നെ തിരിച്ചു കിട്ടില്ലേ? അമ്മയും ഒങ്കിലും പറയുന്ന കേട്ട് എടുത്ത് ചാടല്ലേ വിശാലേട്ടാ? നീ ഒന്നും മിണ്ടാതിരുന്നേ. മുതിർന്നവര് സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോഴാ ഇടയ്ക്കേറി അവന്റെ ഒരു സംസാരം. മോനെ, എത്രയും വേഗം നീ ഒരു തീരുമാനത്തിലെത്തണം. എല്ലാം കൈവിട്ട് പോയിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നീ ആലോചിക്ക്. എനിക്ക് ആലോചിക്കാനൊന്നുമില്ലമ്മേ. ഞാനേ അവളെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. മോൻ എങ്ങോട്ടാ? അമ്മേ, പുറത്ത് നല്ല ഇടിയും മിന്നലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതമ്മേ, പാർവതി തനിച്ചല്ലേ പോയിരിക്കുന്നത്. വണ്ടി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ കാലാവസ്ഥയില് അവൾക്ക് പരിചയമില്ലാത്ത നാടല്ലേ. അവൾ ഇങ്ങോട്ട് വന്നതും തനിച്ചല്ലായിരുന്നോ മോനെ?
പരിചയമില്ലാത്ത നാടായിരുന്നിട്ടും അവള് കൃത്യമായി ഇവിടെ തന്നെ എത്തിയില്ലേ? ശരിയാണ്. പക്ഷെ അമ്മേ, പാർവതി ഇങ്ങോട്ട് വരുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഇപ്പോ എന്റെ മുന്നിലൂടെയാ അവൾ ഇറങ്ങിപ്പോയത്. വിശാൽ അംഗീകരിച്ചില്ലെങ്കിലും അവൾ എന്റെ മരുമകൾ തന്നെ അമ്മേ. വിശാല് വലിച്ചെറിഞ്ഞതുപോലെ എനിക്ക് അവളെ വലിച്ചെറിയാൻ കഴിയില്ല. ഇങ്ങോട്ട് പോണമെന്നറിയാതെ വഴിയിലെങ്ങനെ നിൽപ്പുണ്ടാവും ആ പാവം. ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം അമ്മേ. പിന്നെ ഇവിടെ ചിലര് ചന്ദ്രഹാസം എടുത്ത് ഉറഞ്ഞു തുള്ളുന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇതെന്റെ വീടാ. എനിക്കിവിടെ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ കുട്ടി പൊക്കോട്ടെ മോനെ. അമ്മേ, പ്രഭാവതിയെ പേടിച്ചിട്ടല്ല. സ്വാമിജി പറഞ്ഞത് മോൻ മറന്നിട്ടില്ലല്ലോ. ഇവിടെ നിന്നാൽ ആ കുട്ടിയുടെ ജീവൻ ആപത്താ. അവള് രക്ഷപ്പെട്ടു പൊയ്ക്കോട്ടെ. പക്ഷേ അമ്മേ, മോൻ പേടിക്കണ്ട. ഉദയന്നൂരമ്മ കൂടെയുണ്ടെന്ന് അവൾ എപ്പോഴും പറയാറില്ലേ? അവളെ ഇവിടെ സുരക്ഷിതയായി എത്തിച്ച ദേവി തന്നെ അവളെ കൂട്ടിക്കൊണ്ടു പോകും. മോൻ പ്രാർത്ഥിച്ചാ മതി. അമ്മയും പ്രാർത്ഥിക്കാം. ദേവി, അമ്മേ, മഹാമായെ പാർവതിയെ കാത്തോണേ. വിശാൽ, അമ്മേ, വിശ്വാസം വരുന്നില്ലല്ലേ? മോൻ അമ്മയെ കാണാറില്ലെന്നേ ഉള്ളൂ. അമ്മ മോനെ കാണാറുണ്ട്. എന്നും സദാസമയവും. മോനെന്താ അമ്മയോടൊന്നും മിണ്ടാത്തത്? അമ്മയെ മോൻ ഇഷ്ടമല്ലേ? ഉടനെ വരാന്ന് പറഞ്ഞു പോയിട്ട് അമ്മ ഒരിക്കലും തിരിച്ചു വന്നില്ലല്ലോ. ആ ദേഷ്യം ഇപ്പോഴും മനസ്സിലുണ്ടല്ലേ? തുടങ്ങിയടുത്ത് തിരിച്ചു വരാൻ കഴിയാത്തൊരു യാത്രയുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും. അമ്മയുടെ യാത്ര കുറച്ച് നേരത്തെ ആയിപ്പോയി. അത് അമ്മയുടെ തെറ്റല്ല മോനെ. മറന്നതായി നടിക്കുന്നുണ്ടെങ്കിലും നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അമ്മ ഇപ്പോഴും ഉണ്ടെന്ന് അമ്മയ്ക്കറിയാം. അമ്മ പാടാറുണ്ടായിരുന്ന പാട്ട് പോലും നീ മറന്നിട്ടില്ല. ആ പാട്ട് വീണ്ടും കേട്ടപ്പോ നീ ഔട്ട് ഹൗസിലേക്ക് ഓടിപ്പോയത് അതുകൊണ്ടല്ലേ? നിന്റെ അടുത്ത് മാത്രമല്ല, പാർവതിയുടെ അടുത്തും ഞാൻ പോകാറുണ്ട്. ഇപ്പോഴും പോയി. പക്ഷെ ആ ഔട്ട് ഹൗസിൽ അവളില്ല. എവിടെ പോയി മോനറിയോ? അമ്മയുടെ രൂപം നീ മറന്നിട്ടില്ല. അമ്മയുടെ പാട്ട് നീ മറന്നിട്ടില്ല. പക്ഷെ അമ്മ പറഞ്ഞു തന്ന പലതും എന്റെ മോൻ മറന്നുപോയി. സഭയിൽ പെണ്ണിന്റെ ചേല അഴിച്ചവൻ നായകനല്ല, അവളുടെ കണ്ണീരിന്റെ കണക്ക് തീർത്തിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച 5 പേരില്ലേ, അവരാണ് നായകന്മാർ. അമ്മ ആ കഥ പറഞ്ഞു തന്ന് വളർത്തിയിട്ടും എന്റെ മോൻ പെണ്ണിന്റെ പക്ഷത്ത് നിന്നില്ല. അമ്മ ഇന്ന് കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. എന്റെ മോൻ ഒരു പെൺകുട്ടിയെ ഇറക്കി വിട്ടതോർത്ത്. അമ്മേ, ഞാൻ കാലം ചീത്തയാ മോനെ. പെൺകുട്ടികളെ തേടി നടക്കുന്ന കണ്ണുകളാ ചുറ്റിലും. അവരുടെയൊക്കെ മുന്നിലേക്ക് ഒരു പാവം പെൺകുട്ടിയെ എന്റെ മോൻ ഇട്ടുകൊടുത്തത്. സംശയിക്കേണ്ട, സംരക്ഷിക്കേണ്ട കൈകൾ കൊണ്ട് മോൻ അവളെ ആട്ടിപ്പായിച്ചു. അവസാന കാലത്ത് ദൈവം കണക്ക് നോക്കുമ്പോ ദുഷ്ടന്മാരുടെ പട്ടികയില മോന്റെ പേരെഴുതി പോവാ. അന്നും അമ്മ കരയേണ്ടി വരും. മോനെ ഓർത്ത് ഈ അമ്മയ്ക്ക് എന്നും കരച്ചില് തന്നെ. പാർവതിയെ ഇരുട്ടിലേക്ക് ആട്ടിപ്പായിക്കുമ്പോ അവളുടെ സ്ഥാനത്ത് ഗാർഗിയെ നീ ഒന്ന് സങ്കല്പിക്കണമായിരുന്നു. പെൺകുട്ടികൾ വലിച്ചെറിയപ്പെടുമ്പോ പ്രിയപ്പെട്ടവരുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുമെന്ന്
അപ്പൊ മനസ്സിലാവും. ജന്മം നൽകിയ അമ്മയുണ്ട് പാർവതിക്ക്, കൂടപ്പിറപ്പുണ്ട്, മുത്തശ്ശനുണ്ട്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയ അവരോട് നീ എന്ത് സമാധാനം പറയും? സാരമില്ല, ആർക്കും തെറ്റുപറ്റും, തിരുത്തിയാ മതി. ദുഷ്ടന്മാരുടെ പട്ടികയിലല്ല, നല്ലവരുടെ കൂട്ടത്തിലാ എനിക്ക് നിന്റെ പേര് എത്തിക്കേണ്ടത്. പാർവതി നെഞ്ചു പൊട്ടി പാടുന്നത് കേട്ടപ്പോ മോന് മനസ്സിലാക്കിക്കൂടെ ആ പാടുന്നത് പാർവതിയല്ല, ഞാനാണെന്ന്? പാർവതി നെഞ്ചു പൊട്ടി പാടുന്നത് കേട്ടപ്പോ മോന് മനസ്സിലാക്കിക്കൂടെ ആ പാടുന്നത് പാർവതിയല്ല, ഞാനാണെന്ന്? അമ്മേ, മഴയത്തിങ്ങനെ കള്ളൊഴിച്ചിരിക്കാൻ നല്ല രസമാ അല്ലേ? മദ്യവും മഴയും കൂടെ ഒരു പെണ്ണും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഉഷാറായേനെ. ചേട്ടൻ പറഞ്ഞത് കറക്റ്റാ. അങ്ങോട്ടൊക്കെ ഒരു പെണ്ണ് വാടാ. ഏതാ പെണ്ണ നീ? ഇതിനുമ്പ് നിന്നെ ഈ നാട്ടിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എവിടെന്നാ നീ? വഴിതെറ്റി വന്നതായിരിക്കും. ഈ മഴയത്ത് ഇങ്ങനെ ഇരിക്കണ്ട, ഇവിടെ അടുത്തൊരു ലോഡ്ജുണ്ട്, ഞങ്ങളവിടെ ഒരു റൂം എടുത്ത് തരാം. മഴയൊക്കെ തോർന്നിട്ട് നാളെ രാവിലെ അങ്ങ് പോവാം. വാടി ഇങ്ങോട്ട് വാടി. ഇടി വരാനാ പറഞ്ഞു. നിനക്ക് കണ്ണും ചെവിയൊന്നുമില്ലേ? ഈ മഴയൊന്നും നീ കാണുന്നില്ലേ? നിനക്ക് വീട്ടിൽ കയറി നിൽക്കാൻ പാടില്ലായിരുന്നു, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. എന്നോട് ആ മുറ്റത്ത് കാല് കുത്തരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരാള് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മണിക്കൂർ 2 ആയല്ലോ. എന്താ പോകാത്തത്? ഞാൻ വന്ന് തിരിച്ചു വിളിക്കുമെന്ന് കരുതിയിട്ടാണോ? വിശാലിനെ വാക്കൊന്നേ ഉള്ളൂ. ഞാനൊരു പൊട്ടിപ്പെണ്ണാണെങ്കിലും നിങ്ങൾ ഒരിക്കലും എന്നെ തിരിച്ചു വിളിക്കാൻ വരില്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ആ സമയത്ത് പോകാൻ പേടിച്ചിട്ടാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നത്. നേരെ വെളുത്തിട്ട് ഞാൻ പൊയ്ക്കോളാം. ആ സമയത്ത് ഈ പെരുവഴിയിലാക്കുന്നില്ല. ഞാനേ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാം.
കിട്ടുന്ന ബസ്സിൽ കയറി പൊയ്ക്കോ. ഞാനേ വണ്ടി എടുത്തിട്ട് വരാം. വേണ്ട. അതെ, നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല. പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നവര് എല്ലായിടത്തും ഉണ്ടാവും. അവരുടെ വായിലൊന്നും ചെന്ന് വീഴണ്ടെന്ന് കരുതിയിട്ടാ. എന്താ ഇത്? മാറി നിൽക്കാം. മഴ നനഞ്ഞ എനിക്ക് മാത്രമല്ല പനി വരിക, നിങ്ങൾക്കും പനി വരും. ഞാനേ വണ്ടി എടുത്തിട്ട് വരാം. നിങ്ങളുടെ ആരും അല്ലാത്ത എനിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ രക്ഷിച്ചത്. എന്റെ സ്ഥാനത്ത് പരിചയമില്ലാത്ത ഏത് പെൺകുട്ടിയായാലും ആ തെമ്മാടികളെ തല്ലി ഓടിക്കില്ലായിരുന്നോ? അതുപോലെ ആരെങ്കിലും വരും എന്നെ രക്ഷിക്കാൻ. എനിക്ക് അസുഖം വന്നാലേ നിനക്കെന്താ? അവളുടെ ഒരു കുടം. അസുഖം വന്നാ അടുത്തിരുന്ന് ശുശ്രൂഷിക്കാൻ അച്ഛനുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് വേണ്ടി നീയൊന്നും പ്രാർത്ഥിക്കണ്ട. പിന്നെ ആർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടേ? ഒരു പെണ്ണിന്റെ മനസ്സ് നിങ്ങൾക്കറിയില്ല, ഒരു ഭാര്യയുടെ മനസ്സ് നിങ്ങൾക്കറിയില്ല. ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ എന്റെ ആത്മാവിന്റെ ഉള്ളിൽ 2 പേരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് ഉദയനൂരമ്മ, മറ്റൊന്ന് നിങ്ങൾ. അവളുടെ ഒരു പുരാണം, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അച്ഛാ, കുട്ടിക്കാലത്ത് കേട്ടതെല്ലാം നല്ലത് മാത്രം ചെയ്തവരുടെ കഥകളാണ്. വളരുമ്പോൾ ഞാനും അങ്ങനെ ആവണമെന്ന് അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നല്ലവരുടെ കഥകൾ മാത്രം അമ്മ എനിക്ക് പറഞ്ഞു തന്നത്. ആ കഥകളിലൊന്നും ഭർത്താവിൻ്റെ സ്വസ്ഥത നശിപ്പിക്കാമെന്ന സെൽഫിഷായ ഭാര്യ ഉണ്ടായിരുന്നില്ല. സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി മറ്റുള്ളവരെ കൊല്ലാൻ പോലും മടിക്കാത്ത പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം പാർവതി ഇവിടുന്ന് പറഞ്ഞയക്കുമ്പോൾ എനിക്ക് അല്പം പോലും മനസാക്ഷി കുത്ത് തോന്നാതിരുന്നത്. മോനെ, നിനക്കിതെന്താ പറ്റിയേ? എടാ, എന്താ പറ്റിയെന്ന്? സ്വപ്നത്തിൽ വന്ന് ആവശ്യപ്പെട്ടതാണെങ്കിലും അമ്മയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കേണ്ടത് ഒരു മകന്റെ കടമയല്ലേ? അതുകൊണ്ടാ ഞാൻ പാർവതിയുടെ അടുത്തേക്ക് പോയത്. പക്ഷേ മോനെ, ഗായത്രി നിന്റെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടെങ്കിലേ അവളുടെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ട്. വിട്ടുപിരിഞ്ഞവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല മോനെ. പിതൃക്കളുടെ ശാപത്തിന് പ്രതിവിധിയില്ല. പക്ഷെ ആ പാർവതിക്ക് എന്റെ സഹായം വേണ്ടത്രേ. ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞപ്പോ എന്നോട് തറുതല പറയുക. മോനെ, പഠിപ്പിന്റെയും പണത്തിന്റെയും കാര്യത്തില് അവള് നിന്നേക്കാളും താഴെയായിരിക്കും. പക്ഷേ ആത്മാഭിമാനത്തിന്റെ കാര്യത്തില് അവള് നിന്നേക്കാളും 10 ഇരട്ടി ഉയരത്തിലാടാ. എത്ര പണം കൊടുത്താലും കിട്ടാത്ത മറ്റൊരു നിധി കൂടിയുണ്ട് അവളുടെ കയ്യിൽ. സ്നേഹം, നിന്നോടുള്ള സ്നേഹം.